അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കടൽ അനന്തമായ ആഴങ്ങളും രഹസ്യങ്ങളും ഒളിപ്പിച്ചിരിക്കുന്ന ഒരു വിശാലമായ വിസ്മയമാണ് കടൽ. ആ കടലിൻ്റെ ആഴത്തിലുള്ള ചില വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത്. കടലിൻ്റെ ആഴത്തിലേക്ക് പോയ ആക്ച്വൽ വീഡിയോ അവതരിപ്പിക്കുന്നുണ്ട്. അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണണമെന്ന് പ്രത്യേകമായി ഓർമ്മിപ്പിക്കുന്നു. കടലിൻ്റെ ആഴിയിലുള്ള അത്ഭുതകരമായ അവസ്ഥകൾ ഈ വീഡിയോയിൽ അവസാനം അതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ജീവൻ്റെ ഉറവിടമാണ് കടൽ. ജീവൻ്റെ ഉറവിടം മാത്രമല്ല, കവികളുടെയും എഴുത്തുകാരുടെയും ഭാവനയെ ഉത്തേജിപ്പിക്കുന്ന ഒരു അക്ഷര ഖനിയാണ് കടൽ. കടലിനെ പലപ്പോഴും സ്വാതന്ത്ര്യതയുടെയും അനന്തമായ സാധ്യതകളുടെയും പ്രതീകമായും കടലിനെ കാണുകയാണ്. അതിൻ്റെ തിരമാലകൾ ജീവിതത്തിൻ്റെ ഉയർച്ച താഴ്ചകളെ പ്രതിനിധീകരിക്കുന്നതായി മനസ്സിലാക്കാം. കടലിൻ്റെ നിശ്ചലതയിൽ ആത്മാവിന് സമാധാനം ലഭിക്കുമ്പോൾ അതിൻ്റെ കോപത്തിൽ പ്രകൃതിയുടെ ശക്തിയെ തിരിച്ചറിയാൻ കഴിയും. വീഡിയോയിൽ നിങ്ങൾ കണ്ടില്ലേ, സോഫ്റ്റായ ഒരു ഭാഗം അല്ലാഹു സംവിധാനിച്ചിരിക്കുന്നു. ആ സംവിധാനിച്ച വളരെ സോഫ്റ്റായ ആ ഭാഗത്ത് ആഴിയിലേക്ക് പോയാൽ അതിനെ തൊട്ടു നോക്കിയാൽ എന്തൊരു സുന്ദരമാണ്. അതിൻ്റെ അകത്ത് വ്യത്യസ്തമായ വർണ്ണങ്ങളിലുള്ള ആ ഒരു മത്സ്യങ്ങൾ, അതിനെക്കുറിച്ച് സ്റ്റഡി നടത്തിയപ്പോൾ ആ മത്സ്യം ആ ഒരു ഏരിയയിലാണ് ഇത് താമസിക്കുന്നത്. അതിനേറ്റവും ഇഷ്ടപ്പെട്ട ഭാഗമാണ്. അപ്പോൾ ഓരോ മത്സ്യത്തിനും ഇഷ്ടപ്പെട്ട രൂപത്തിലുള്ള അറേഞ്ച്മെൻറ്റ്സുകളാണ് അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചിരിക്കുന്നത്. ഇങ്ങനെ കടലിൻ്റെ ആഴിയിലേക്ക് പോകുമ്പോൾ ഏറ്റവും നല്ല പ്രകൃതി ഭംഗി കടലിൽ നമുക്ക് ദർശിക്കാം. കടൽ കാണുക വഴി, കടലിൻ്റെ ആഴിയിലേക്ക് പോവുക വഴി അല്ലാഹുവിൻ്റെ കരുണ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കോടാനുകോടി മത്സ്യങ്ങൾ, പല വർണ്ണങ്ങളിലുള്ള മത്സ്യങ്ങൾ. ഈ വർണ്ണങ്ങൾ നിറഞ്ഞ ഈ ലോകത്ത് വളരെ കൂടുതൽ ഭംഗിയുള്ള സ്ഥലങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ കടലിൻ്റെ ആഴിയിലേക്ക് പോകുമ്പോൾ അവിടെയുള്ള വ്യത്യസ്ത വർണ്ണങ്ങളിലുള്ള മത്സ്യങ്ങളെ കാണുമ്പോൾ എന്തൊരാനന്ദമാണ് ലഭിക്കുന്നത്. അല്ലാഹുവിൻ്റെ കരുണ കടലിലെ ലക്ഷക്കണക്കിന് ജീവജാലങ്ങൾക്ക്, കോടിക്കണക്കിന് ജീവജാലങ്ങൾക്ക് ആഹാരവും ആവാസവും നൽകുന്നത് അല്ലാഹുവാണ് എന്ന അനന്തമായ കരുണയുടെ ആ വലിയ ലോകം മനസ്സിലാക്കാൻ നമുക്ക് കഴിയും. കടലിൽ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോയിൽ കാണാൻ കഴിയും വ്യത്യസ്തമായ ആർട്ട് വർക്കുകൾ. ആ കടലിലെ കാഴ്ചകൾ വലിയ ശക്തിയുള്ള അനന്തമായ ശക്തിയാണ് കടൽ. നമുക്കറിയാം, ഈ അനന്തമായ ശക്തിയുള്ള കടൽ അല്ലാഹുവിൻ്റെ അനന്തമായ ശക്തിയെക്കുറിച്ച് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. അല്ലാഹ് അവനാണ് എല്ലാം സൃഷ്ടിച്ചു പരിപാലിക്കുന്നവൻ. ആ അല്ലാഹുവിനെ കുറിച്ച് ഓർക്കാൻ ഈ വീഡിയോ സഹായകമാകണമെന്ന് ഞാൻ ചിന്തിക്കുകയാണ്. നിങ്ങളിത് പൂർണ്ണമായും കാണണം, സ്കിപ്പ് ചെയ്ത് പോകരുത്. കടലിലെ സങ്കീർണമായ സംവിധാനങ്ങൾ എത്ര ഭംഗിയിലാണ് അത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്.
മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്. ഒരിക്കൽ ലക്ഷദ്വീപിൽ വിസിറ്റ് ചെയ്ത സമയത്താണ് ഓക്സിജൻ സിലിണ്ടർ ഉപയോഗിച്ച് കടലിൻ്റെ ആഴിയിലേക്ക് പോകാൻ ഒരവസരം ലഭിച്ചത്. അൽഹംദുലില്ലാഹ്. അതുവഴി നമുക്കറിയാം കടലിൻ്റെ നിറം നീല, ഇരുണ്ട നീല, ആഴമേറിയ നീല, ഇളം നീല, പച്ച, തവിട്ട് തുടങ്ങിയ വ്യത്യസ്തമായ വർണ്ണങ്ങളിലാണ് കടൽ സംവിധാനിച്ചിരിക്കുന്നത്. നമ്മളിവിടെ പുറത്ത് കാണുന്ന രൂപത്തിലില്ല. കടലിൻ്റെ ആഴിയിലേക്ക് ഉള്ളിലേക്ക് പോകുമ്പോൾ വ്യത്യസ്ത വർണ്ണങ്ങളിൽ സംവിധാനിച്ചിരിക്കുകയാണ്. കടലിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വിശാലമായ, അനന്തമായ, ആഴമേറിയ, ശാന്തമായ, എന്നാൽ വളരെ കോപിക്കുന്ന, കലങ്ങിയ, വ്യക്തമായ എല്ലാ സംവിധാനങ്ങളും വ്യത്യസ്ത ഏരിയകളിൽ നമുക്ക് ദർശിക്കാൻ കഴിയും. ശബ്ദം, മുരളുന്ന, അലറുന്ന, ശാന്തമായ ഏരിയകൾ കടലിൽ ദർശിക്കാൻ കഴിയും. ഇങ്ങനെ കടലിനെ വർണ്ണിക്കുമ്പോൾ, കടലിൻ്റെ ഭാവം ഒരു ആർട്ടിസ്റ്റ് വിലയിരുത്തുമ്പോൾ വളരെ മനോഹരമായ, അതിശയകരമായ, രഹസ്യമുള്ള, ശക്തമായ, അപകടകരമായ പല സ്വഭാവങ്ങളും ഭാവങ്ങളും കടലിനുണ്ട്. ഇതൊക്കെ പറഞ്ഞത് എന്തിനാന്ന് വെച്ചാൽ, ശരിക്കും കടലിനെക്കുറിച്ച് ആഴത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ആ കടലിൻ്റെ വ്യത്യസ്ത സ്വഭാവങ്ങൾ, ഈ വ്യത്യസ്ത സ്വഭാവങ്ങൾ മനസ്സിലാക്കി കടലിൽ മത്സ്യബന്ധനത്തിനും മറ്റുമായി പോകുന്ന ആളുകൾ കടലിൻ്റെ വ്യത്യസ്തമായ സ്വഭാവങ്ങൾ തിരിച്ചറിയാൻ കഴിയുന്ന രൂപത്തിലായിരിക്കണം അങ്ങോട്ട് പോകേണ്ടത്. വ്യത്യസ്തമായ ഏരിയകളിൽ വ്യത്യസ്തമായ മത്സ്യങ്ങൾ കടലിൽ അവൈലബിളാണ്. ചില ഏരിയകളിൽ ആയിരക്കണക്കിന് മത്സ്യങ്ങളാണ് ഊളിയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കടലിൽ നമുക്ക് കാണാൻ കഴിയും ചെറിയ മത്സ്യങ്ങൾ. ഒറ്റ നോട്ടത്തിൽ നമുക്ക് തോന്നും വലിയൊരു മത്സ്യം വരികയാണെന്ന്. അടുത്തെത്തുമ്പോഴാണ് ഒരുപാട് ചെറിയ മത്സ്യങ്ങൾ ഒരു വലിയ മത്സ്യത്തിൻ്റെ രൂപത്തിൽ അവർ റൺ ചെയ്യുകയാണ്. മറ്റു വലിയ മത്സ്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്നതിനാണ് പോലും ഈ രൂപത്തിൽ അവരുടെ ചലനം ഈ രൂപത്തിൽ സംവിധാനിച്ചിരിക്കുന്നത്. ഇങ്ങനെ അല്ലാഹുവിൻ്റെ അജായിബുകളെക്കുറിച്ച്, അത്ഭുത പ്രതിഭാസങ്ങളെക്കുറിച്ച് നാം കൂടുതൽ പഠിക്കുക. സീറു ഫിൽ അർളി ഫൻദറൂ. ഖുർആൻ പറഞ്ഞു, നിങ്ങൾ ഭൂമിയിൽ കറങ്ങുക, സഞ്ചരിക്കുക, അല്ലാഹുവിനെക്കുറിച്ച് ചിന്തിക്കുക. ഓരോന്നിലും അല്ലാഹുവിൻ്റെ അജബുകൾ, അല്ലാഹുവിൻ്റെ സൃഷ്ടിപ്പുകൾ, അല്ലാഹുവിൻ്റെ ഖുദ്റത്ത്, ഇറാദത്ത്, ഇതൊക്കെ മനസ്സിലാക്കി ഈമാനിൻ്റെ പവർ വർദ്ധിപ്പിക്കുന്നതിന്, ഈമാൻ വർദ്ധിപ്പിക്കുന്നതിന് കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മറ്റൊരു അല്ലാഹുവിൻ്റെ കഴിവുകളെ മനസ്സിലാക്കി തരുന്ന മറ്റൊരു വീഡിയോവുമായി പിന്നീട് കാണാം. കൂടുതൽ ആളുകളിലേക്ക് ഈ വീഡിയോ എത്തിക്കുന്നതിന് ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഒക്കെ ചെയ്തുകൊണ്ട് ആളുകളെ അല്ലാഹുവിലേക്ക് ചിന്തിപ്പിക്കാൻ നിങ്ങളും പ്രചോദനം ചെയ്യുന്നവരാവുക എന്ന് ഓർമ്മപ്പെടുത്തുന്നു.